എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ പുറത്തു വന്നിരിക്കുന്നത്? പാറശാല വ്ളാത്താങ്കര ഗ്രാമം ഞെട്ടിവിറച്ച പകലായിരുന്നു അന്ന്. തലേന്ന് വരെ ആടിപ്പാടി നടന്ന രണ്ടുപേരിൽ ഒരാൾ ഇന്നില്ല. എപ്പോഴും രണ്ടുപേരെയും ഒരുമിച്ചേ കാണൂ. അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു അൽമയും വിഷ്ണുനാഥും തമ്മിൽ. ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ കൂട്ടുകാരെ പോലെയായിരുന്നു അവർ. വ്ളോഗ് ചെയ്യാനും യാത്ര ചെയ്യാനും എല്ലാം രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു. പക്ഷേ എല്ലാം നിമിഷ നേരം കൊണ്ട് തകിടം മറിഞ്ഞു. വിഷ്ണുനാഥ് എന്ന മിടുക്കനായ അധ്യാപകൻ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി. അതും അതിമൃഗീയമായി. അരിശം തീരുന്നതുവരെ അയാൾ ആ സ്ത്രീ ശരീരത്തെ പിച്ച് ചീന്തിക്കൊണ്ടേയിരുന്നു. വിഷ്ണുനാഥ് സ്വന്തം ഭാര്യയോട് ഈ ക്രൂരത കാണിച്ച് എന്തിനായിരിക്കും? അയാളെ മൃഗമാക്കിയ ആ കാരണം തേടിയാണ് ഒരു നാട് മുഴുവൻ. ചേട്ടനാണല്ലേ? സഹോദരനാണല്ലേ? നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞ സംഭവം അറിഞ്ഞത്? ഒരു ഒരു 9:30 മണിയോടുകൂടിയാണ് ഉദ്ദേശം. പുള്ളിക്കാരൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയായിരുന്നോ? ഇല്ല, പറഞ്ഞൊക്കെ അറിഞ്ഞതാണ്. അറിഞ്ഞാണല്ലേ? അറിഞ്ഞാണ്. ആ, നിങ്ങളൊന്ന് വിവരം അറിയിക്കുക, പോലീസിനെ വിളിച്ച് അറിയിക്കുക. പോലീസിനെ അറിയിക്കുക. വെറുതെ എന്തെങ്കിലും ഇത് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമായതാണ്? എന്താണ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടോ? എന്താണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. എന്താണെന്ന് അറിയില്ലല്ലേ? കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? സാമ്പത്തിക പ്രശ്നങ്ങളില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ല, അതിനുള്ള സാധ്യതയില്ല. പുള്ളി PSC കോച്ചിങ് ഒക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ വരികയായിരുന്നു. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇനി അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയമാണോ? ഇവരുടെ കുടുംബജീവിതത്തിലുള്ള വിഷയത്തെ കുറിച്ചൊന്നും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല, സഹോദരൻ പറഞ്ഞിട്ടുമില്ല. എന്തെങ്കിലും തക്കതായിട്ടുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായിരിക്കും. കാരണം പുള്ളി വളരെ ഇതായിട്ട് അങ്ങനെ പെട്ടെന്ന് വളരെ സൈലന്റ് ആയിട്ട് വളരെ ശാന്തനായിട്ടുള്ള ആളാണ്. സാറിന് ഈ വീടുമായിട്ട് എത്ര വർഷം പരിചയമുണ്ട്? സാർ, എൻ്റെ ഈ പയ്യൻ ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള പയ്യൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അപ്പോൾ അങ്ങനെ അവർ ജനിച്ചു വളർന്നതെല്ലാം നമ്മുടെ കുടുംബ വീട്ടിലാണ്. അതിനുശേഷം ഞങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറി. ഈ പയ്യൻ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീട്ടിലോട്ട് മാറി. അങ്ങനെയാണ്. അപ്പം ജനിച്ചു വളർന്നത് പോലെ നമ്മൾ കുടുംബ ബന്ധത്തിലുള്ള ആൾക്കാരാണ്. ഈ പെൺകുട്ടി എങ്ങനെ സ്നേഹിച്ചു പോകാൻ കഴിച്ചതാണ്? ഈ കുട്ടി അവർ തമ്മിൽ സ്നേഹിച്ചു പോകാൻ കഴിച്ചതാണ്. വിവാഹം എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? വിവാഹം നമ്മൾ അറിഞ്ഞു നടത്തി. അത് തന്നെ ലഘുവായ രീതിയിൽ നടത്തി. മരണകാരണങ്ങൾ എന്തെങ്കിലും കാര്യം കാണും. പക്ഷെ ആരോട് നമ്മൾ ഒരു കാര്യം തോന്നുന്നു പറഞ്ഞിട്ടില്ല. ആ കുട്ടിയോ അല്ലെങ്കിൽ ഈ പയ്യനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് വൈഫൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറെ ഇൻട്രോവേർട്ട് ടൈപ്പാണ്. ഒരു 10:30 കൂടിയാണ് സ്റ്റേഷനിലെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇവിടെ വ്ളാത്താങ്കര ഭാഗത്ത് ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് കുത്തേറ്റു എന്നായിരുന്നു ഇൻഫർമേഷൻ കിട്ടിയത്. ഭർത്താവിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന നമ്മുടെ ഇൻഫർമേഷൻ. അങ്ങനെ പെട്ടെന്ന് സബ് ഇൻസ്പെക്ടർ പാർട്ടി ഇവിടെ എത്തിയ സമയത്ത് ഈ പെൺകുട്ടി രക്തത്തിൽ കുളിച്ച് ബെഡ്റൂമിൽ കിടക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ആള് മരണപ്പെട്ടതായിട്ട് ബോധ്യപ്പെട്ടു. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അയാളെ കസ്റ്റഡിയിലെടുത്തു. പിന്നെ പോലീസ് പാർട്ടി ഫോറൻസിക് സംഘത്തിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ എത്തി മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് പരിശോധനകൾ പൂർത്തീകരിച്ചു. പ്രാഥമികമായ അന്വേഷണത്തിൽ ഇവരെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുള്ളതായിട്ടും നിലവിലവർക്ക് കുട്ടികളില്ല. ഇവരുടെ ദാമ്പത്യ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു വഴക്കിലേക്ക് പോയതും അത് ഇത്തരത്തിൽ അവസാനം ഒരു ആക്രമണത്തിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വെട്ടുകത്തി കൊണ്ടുള്ള വെട്ടാണ്. ശരീരത്തിൽ കാണപ്പെട്ട പരിക്കുകൾ വെട്ടുകത്തി നമ്മൾ സീൻ ഓഫ് ക്രൈമിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ട്. രാവിലെ ഞാൻ അറിയുന്നത് ഈ വീട്ടിലെ പെൺകുട്ടി തൂങ്ങി മരിച്ചതായിട്ട്. കുറേ കഴിഞ്ഞിട്ടാണ് അറിവ് കിട്ടുന്നത് ഇങ്ങനെ ഭർത്താവ് കുത്തിക്കൊന്നു എന്നുള്ള അറിവ് കിട്ടുന്നത്. അതിൻ്റെ കാരണങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ പ്രതിയായി ഇപ്പോൾ വന്നിരിക്കുന്ന ആള് ഇംഗ്ലീഷ് ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പുള്ളിയുടെ കുടുംബ വീട് കുറച്ചപ്പുറത്ത് വൃന്ദാവൻ ഹൈസ്കൂളിൻ്റെ ബാക്കിലായിട്ടാണ് കുടുംബ വീട്. അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ താമസിച്ചു വരികയാണ് ഭാര്യയായിട്ട്. കുട്ടികളില്ല. അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഈ പ്രതിയായ ആളിനെ കാണുമ്പോഴെല്ലാം പുറത്തു വെച്ച് കാണുമ്പോഴെല്ലാം വളരെ മാന്യമായി സംസാരിക്കുകയും വിഷയങ്ങളെല്ലാം ഞങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയൊന്നുമില്ല. നല്ല സഹോദരനുണ്ട്, അഡ്വക്കേറ്റാണ് നമ്മുടെ അവിടെ നെയ്യാറ്റിൻകരയിൽ. പുള്ളിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിട്ടില്ല. പുള്ളിയുടെ അച്ഛൻ അഡ്വക്കേറ്റായിരുന്നു, മരിച്ചുപോയി. അമ്മയുണ്ട്. മറ്റ് പ്രശ്നം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വെളിയിലെ വലിയ ആളുകളുമായിട്ടൊന്നും അയൽവാസികളായിട്ടൊന്നും അങ്ങനെ കോണ്ടാക്റ്റും ആ കുടുംബത്തിൽ ആർക്കും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ആ പയ്യൻ ഒരു രീതി അനുസരിച്ച് ചില സമയങ്ങളിൽ സ്പോണ്ടേനിയസ് ആകുന്ന ഒരു സ്വഭാവം കുടുംബ വീട്ടിലുണ്ടായിരുന്നു. ഒരു മെൻ്റൽ ചില സമയത്ത് മാതാപിതാക്കളായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ ഉള്ളു.
അപ്പോൾ ആ നിലയിൽ ചിലപ്പോൾ എന്തെങ്കിലും വാക്ക് തർക്കമുണ്ടായി ഒരു സഡൻലി സ്പോണ്ടേനിയസ് ആയി ഒരു അറ്റാക്ക് ഉണ്ടായതായിരിക്കാനാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.